ഇപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫോം ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് ഓപ്ഷൻസ് ആർ പീക്ക് വാല്യൂ ടു RMS വാല്യൂ, RMS വാല്യൂ ടു ആവറേജ് വാല്യൂ, ആവറേജ് വാല്യൂ ടു RMS വാല്യൂ, നൺ ഓഫ് ദി അബോവ്. അപ്പോൾ നമ്മൾ പീക്ക് ഫാക്ടർ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ആണ്. അതെന്താണ്? പീക്ക് ഫാക്ടർ അല്ല, സോറി, ഫോം ഫാക്ടർ. ഫോം ഫാക്ടറിന്റെ ഇക്വേഷൻ എന്താണ്? RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇപ്പൊ നമ്മൾ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു വെക്കണം, ഫോം ഫാക്ടറിന്റെതും പീക്ക് ഫാക്ടറിന്റെതും. ഫോം ഫാക്ടറിന്റെത് ഇപ്പൊ പറഞ്ഞു, RMS ബൈ ആവറേജ്. പീക്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, പീക്ക് മീൻസ് മാക്സിമം അല്ലെ. അപ്പൊ പീക്ക് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആണ്, ദാറ്റ് ഡിവൈഡഡ് ബൈ RMS വാല്യൂ. രണ്ടിലും RMS വാല്യൂ ഉണ്ട്, അത് ഓർക്കണം. ആദ്യത്തേല് ന്യൂമറേറ്ററിലും രണ്ടാമത്തേല് ഡിനോമിനേറ്ററിലും. പിന്നെ പീക്ക് ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അവിടെ എന്താണ്? പീക്ക് വാല്യൂ, മാക്സിമം വാല്യൂ വേണം, അത് ഓർത്താൽ മതി. അങ്ങനെ നിങ്ങൾ ഈ രണ്ട് ഇക്വേഷൻസും പഠിച്ചു വെക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ സീരീസ് റെസൊണൻസ് സർക്യൂട്ട് ദ ഇംപിഡൻസ് ഓഫ് ദി സർക്യൂട്ട് ഈസ്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ മിനിമം, ഓപ്ഷൻ ബി മാക്സിമം, ഓപ്ഷൻ സി 0, ലാസ്റ്റ് ഓപ്ഷൻ നൺ ഓഫ് ദി അബോവ്. ഇപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? സീരീസ് റെസൊണൻസ് സർക്യൂട്ടില് ഇംപിഡൻസ് എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇംപിഡൻസ് മിനിമം ആണെന്നാണ് നമ്മുടെ ആൻസർ. എന്താണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി അതെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, സീരീസ് റെസൊണൻസ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ RLC സീരീസ് സർക്യൂട്ട് ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. RLC സീരീസ് സർക്യൂട്ടില് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇൻഡക്ടർ, കപ്പാസിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ റിയാക്ടൻസ് എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL-ഉം ഇതിന്റെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC ആണെന്ന് വെച്ചോ. ഇങ്ങനെ ഒരു സീരീസ് സർക്യൂട്ടിലേക്ക് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തു, AC വോൾട്ടേജ് അപ്ലൈ ചെയ്തു. അപ്പൊ ഇതിൽ കൂടെ കറണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അല്ലെ. അപ്പൊ ഇത് സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് ഇവിടെ കറണ്ട് ആയിരിക്കും എന്ത്? സെയിം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫേസർ വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കറണ്ട് ആണ് എല്ലാ കമ്പോണന്റും കൂടെ പോകുന്നത് സെയിം ആയിട്ട് വരുന്നത്. അതുകൊണ്ട് കറണ്ടിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം? റെഫറൻസ് ആയിട്ട് എടുക്കണം. അപ്പൊ കറണ്ടിനെ റെഫറൻസ് ആയിട്ട് വരച്ചു. ഇനി ഈ പോകുന്ന കറണ്ട് ആദ്യം റെസിസ്റ്ററിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതെന്താണ്? I ഇൻറ്റു ഈ റെസിസ്റ്റൻസ് അല്ലെ. അപ്പൊ I ഇൻറ്റു R. ഇനി I ഇൻറ്റു R എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് അല്ലേ. റെസിസ്റ്റീവ് സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണ്. സോ നമുക്ക് ആ IR ഡ്രോപ്പ് ഈ കറണ്ടിന്റെ അതേ ഡയറക്ഷനിൽ വരക്കാം. കാരണം ഈ IR എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്, റെസിസ്റ്റൻസ് സർക്യൂട്ടിലെ വോൾട്ടേജ് ആണ്. അത് കറണ്ടിന് ഇൻ ഫേസ് ആയിരിക്കും. അപ്പൊ IR നമ്മൾ ഇങ്ങനെ വരച്ചു. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഈ XL-ന്റെ XC-യുടെ അക്രോസ് ഉണ്ടാകുന്ന ഡ്രോപ്പ്, അല്ലെങ്കിൽ L-ന്റെ C-യുടെ അക്രോസ് ഉണ്ടാകുന്ന ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ I ഇൻറ്റു XL, I ഇൻറ്റു XC ആയിരിക്കും. അതിന്റെ പ്രത്യേകത എന്താണ്? ഇൻഡക്റ്റീവ് സർക്യൂട്ടില് വോൾട്ടേജ് എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങനെ ചോദിക്കാം. ഒരു പ്യുവർ ഇൻഡക്ടറിൽ വോൾട്ടേജ് എങ്ങനെയായിരിക്കും? ഇതിപ്പോ ഒരു പ്യുവർ ഇൻഡക്ടർ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇതൊരു പ്യുവർ കപ്പാസിറ്ററും ആണ്. അപ്പോ പ്യുവർ ഇൻഡക്ടറില് വോൾട്ടേജ് 90 ഡിഗ്രി ലീഡ് ചെയ്യും ആരെക്കാളും? കറണ്ടിനെക്കാളും. പ്യുവർ കപ്പാസിറ്ററിലോ വോൾട്ടേജ് 90 ഡിഗ്രി ലാഗ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ അപ്പൊ ഇതിനെ ക്രോസ് ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് I ഇൻറ്റു XL-ഉം ഇതിനെ ക്രോസ് ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് I ഇൻറ്റു XC. ഞാൻ I ഇൻറ്റു XL-ഉം ഇവിടെ IR വരച്ചതുപോലെ നമ്മളിവിടെ I ഇൻറ്റു XL, ഇതിനെ ക്രോസ് വരുന്നത് I ഇൻറ്റു XC അല്ലെ. അപ്പൊ ഈ രണ്ട് വോൾട്ടേജുകളുടെ എങ്ങനെ കാണിക്കണം? I ഇൻറ്റു XL 90 ഡിഗ്രി ലീഡിംഗ് ആയിട്ട് കാണിക്കണം. ഇവിടുന്ന് തന്നെ എടുക്കാം I ഇൻറ്റു XL. ഇനി I ഇൻറ്റു XC എന്ന് പറയുന്നതോ? ഡിഗ്രി കറണ്ടിനേക്കാളും ലാഗ് ചെയ്യും. അതായത് കറണ്ട് ഇതാണ്, കറണ്ടിനേക്കാളും ലാഗ് ചെയ്ത് വോൾട്ടേജ് വരച്ചു. ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ വോൾട്ടേജ് കറണ്ടിനേക്കാളും ലീഡ് ചെയ്ത് വരച്ചു. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിസൾട്ടന്റ് ഈ ഒരു ഇതിന്റെ ഇപ്പൊ ഇവിടെ നമ്മളിവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് എന്ന് പറയുന്നത് V1, V2, V3 മൂന്ന് കമ്പോണൻസ് ആണ് അല്ലെ. അപ്പൊ ഈ V1-ന്റെയും V2-ന്റെയും V3-യുടെയും സം ആയിട്ടാണ് എന്ത് വരേണ്ടത്? ഈ വോൾട്ടേജ് വരേണ്ടത്. അപ്പൊ എഫക്റ്റീവ് വോൾട്ടേജ് നമ്മൾ വരയ്ക്കാൻ പോകുമ്പോൾ നമുക്ക് IR-ഉം വരണം, പിന്നെ ഈ IXL-ഉം XC-യും കൂടെ വരണം. അപ്പൊ ഇതില് കൂടുതൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ കൂടുതലായിരിക്കും അല്ലെ. ഈ IXC-യുടെ വാല്യൂ ആണ് കൂടുതലെങ്കിൽ ഇവിടെ താഴോട്ടുള്ളതായിരിക്കും കൂടുതൽ. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ റിസൾട്ടന്റ് എടുക്കുമ്പോൾ V ഈക്വൽ ടു റൂട്ട് ഓഫ് IR the whole square plus I into XL minus XC the whole square എന്ന് എടുക്കാം, അല്ലെങ്കിൽ XC minus XL the whole square എന്ന് എടുക്കാം. ആരാണോ വലുത് അയാളുടെ ഡയറക്ഷനിലായിരിക്കും ആ ഒരു വോൾട്ടേജ് വരുന്നത്. മനസ്സിലായി? ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് എടുക്കുമ്പോൾ
ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ നിൽക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഡിഫറൻസ് എടുക്കും. അപ്പൊ കൂടിയ ആരാണോ അയാൾ ആദ്യം എഴുതുക. അപ്പൊ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇപ്പൊ റിസൾട്ടന്റ് വോൾട്ടേജ് V ഈക്വൽ ടു റൂട്ട് ഓഫ് IR സ്ക്വയർ പ്ലസ് I ഇൻറ്റു XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. അതെങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ I ഇൻറ്റു XL ആയിരുന്നു നീളം കൂടിയ ആള്, വലിയ ആള് അതാണെന്ന് വെച്ചോ. അപ്പം നമുക്ക് അതായത് വാല്യൂ കൂടിയ ആള്. അപ്പൊ നമ്മൾ ഇതിന്റെ IXL മൈനസ് IXC എടുക്കുമ്പോൾ അതിന്റെ ഡയറക്ഷൻ ഇവിടോട്ട് വരുമല്ലോ, IXL മൈനസ് IXC. ഇനി നമ്മൾ എന്ത് ചെയ്യാ, ഈ വെക്ടറിന്റെ സം എടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ വോൾട്ടേജും ഈ ഇതിലെ കൂടെ പോകുന്ന കറണ്ടും തമ്മിലുള്ള ആംഗിൾ ആയിരിക്കും പവർ ഫാക്ടർ ആംഗിൾ ഫൈ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. ഇനി നമ്മുടെ കണ്ടീഷനിലേക്ക് വരുമ്പോൾ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്, റെസണൻസ് സർക്യൂട്ട് ആണ്. റെസണൻസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ IXL IXCയും ഈക്വൽ ആകുക. IXL ഉം IXCയും ഈക്വൽ ആകുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, ഇയാൾ ഇങ്ങോട്ട് എത്രയുണ്ടോ അത്രയും തന്നെ അയാൾ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും അത് നള്ളിഫൈ ചെയ്ത് പോകും. പിന്നെ ഇവിടെ വോൾട്ടേജ് കമ്പോണന്റ് ആരും മാത്രമാകും. അതായത് XL ഉം XCയും ഈക്വൽ ആകുകയാണെന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അപ്പൊ V എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആവും, IR ഈക്വൽ ആവും അല്ലെ. അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് അക്രോസ് മാത്രമേ ഡ്രോപ്പ് ചെയ്യുള്ളൂ, ഇവിടെ രണ്ടിനും എഫക്ട് ഇല്ലാതാവും. അപ്പൊ ആ സമയത്ത് ഇംപിഡൻസ് ഓഫർ ചെയ്യാൻ ആര് മാത്രമേ കാണുള്ളൂ, റെസിസ്റ്റൻസ് മാത്രമേ കാണുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പൊ സീരീസ് റെസണൻസ് സർക്യൂട്ടില് ഇംപിഡൻസ് ഓഫ് ദി സർക്യൂട്ട് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അതായത് ഇംപിഡൻസ് ഓഫ് ദി സർക്യൂട്ട് ഈസ് മിനിമം, 0 അല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, if voltage across pure resistance is V equal to Vm sin omega t plus pi by 6, then current flowing through it will be I equal to dash. അപ്പൊ റെസിസ്റ്റൻസ് ആണ്, പ്യുവർ റെസിസ്റ്റൻസ് ആണ്. ആ പ്യുവർ റെസിസ്റ്റൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് Vm sin omega t plus pi by 6 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ കൂടെ പോകുന്ന കറണ്ട് എന്താണെന്നാണ് ഇവിടെ ഓരോ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം Im sin omega t, പിന്നെ Im sin omega t plus pi by 6, Im sin omega t minus pi by 6, Im sin omega t plus pi by 2. ഇവിടെ ശ്രദ്ധിക്കണം, റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ്. റെസിസ്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയിരിക്കും. വോൾട്ടേജിന് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത്, ഇത് ഇത്രയും ഇതിന്റെ ആംഗിളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്നത് അല്ലെ. അപ്പോ ഇവിടെ എന്താണോ ഉള്ളത് അത് തന്നെയായിരിക്കും കറണ്ടിനും വരുന്നത്. അപ്പോൾ Im sin omega t plus pi by 6 ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ആവറേജ് പവർ കൺസ്യൂംഡ് ബൈ എ പ്യുവർ കപ്പാസിറ്റർ ഈസ്. പവറിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് പവർ VI sin phi, VI cos phi 0. അപ്പോ ആവറേജ് പവർ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ കപ്പാസിറ്റർ ചോദിച്ചാലും ഇൻഡക്ടർ ചോദിച്ചാലും നിങ്ങൾ എന്ത് എഴുതണം, 0 എന്ന് എഴുതണം. കാരണം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ ഫാക്ടർ എന്ന് പറയുന്നത്. പവർ എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ സാധാരണ പഠിക്കുന്നത് എന്താ, VI cos phi അല്ലെ, P equal to VI cos phi. അപ്പോ ഈ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസർ ആംഗിള് 90 ഡിഗ്രി ആകുകയാണ് എവിടെ, ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും. അപ്പൊ VI cos 90 വരും. അങ്ങനെ വരുമ്പോൾ പവർ 0 ആവും. അതാകുമ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി, 0 ഈസ് റൈറ്റ് ആൻസർ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ദ Q ഫാക്ടർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് Q ഈക്വൽ ടു ഡാഷ് അറ്റ് F ഈക്വൽ ടു FR. FR എന്ന് പറയുന്നത് റെസണൻസ് ഫ്രീക്വൻസി. നമ്മൾ റെസണൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചൊക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ Q ഫാക്ടർ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഫാക്ടർ എന്നും പറയാം. Q ഫാക്ടറിനെ നമ്മൾ എങ്ങനെയാണ് ഏത് ഇക്വേഷൻ വെച്ച് ഈ കൂടുതൽ റെപ്രസെന്റ് ചെയ്യാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ XL ഇൻറ്റു ആർ, XC ഇൻറ്റു ആർ, XL ബൈ ആർ, XL പ്ലസ് ആർ. അപ്പൊ ഓർത്ത് വെക്കണം, Q ഫാക്ടർ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ഈ റിയാക്റ്റീവ് കമ്പോണൻസ് ഉണ്ടല്ലോ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ്, അത് അതായത് XL ആകാം അല്ലെങ്കിൽ XC ആകാം, ദാറ്റ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. മനസ്സിലായോ? അതായത് റെസണൻസ് കണ്ടീഷനിൽ നമ്മൾ പറയുവാണെങ്കിൽ റെസിസ്റ്റൻസിനെ വെച്ച് എത്രത്തോളം ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന വാല്യൂ ആണ് നമ്മൾ ക്വാളിറ്റി ഫാക്ടർ, Q ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ XC ബൈ ആർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കിയ ഓപ്ഷനിൽ XL ഇൻറ്റു ആർ, XC ഇൻറ്റു ആർ, XL ബൈ ആർ നമ്മൾ അടുത്തത് പ്രതീക്ഷിക്കുന്ന XC ബൈ ആർ ആയിരിക്കും. അതുണ്ടായിരുന്നെങ്കിൽ അതും കറക്റ്റ് ആയേനെ. അതുകൊണ്ടാണ് അവർ ഒരു ആൻസറിലെ കറക്റ്റ് ആയിട്ട് വരാവുള്ളൂ. അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയിട്ട് XL പ്ലസ് ആർന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ Q ഫാക്ടറിന്റെ ഇക്വേഷൻ എന്താണ്, XL ബൈ ആർ ഓർ XC ബൈ ആർ. ഇനി വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്, റെസണൻസ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. Q ഫാക്ടറിന്റെ ഇക്വേഷൻ ആണ് റെസണൻസ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, if R equal to 3 ohm is in series with XL equal to 4 ohm, then admittance of the circuit is.
ഇമ്പിഡൻസിന്റെ റെസിപ്രോക്കൽ ആണ് അഡ്മിറ്റൻസ്. ഇമ്പിഡൻസിന്റെ യൂണിറ്റ് നമ്മൾ ഓമിലാ പറയുന്നത് അല്ലെ. അഡ്മിറ്റൻസിന്റെ യൂണിറ്റോ സീമെൻസ്. അപ്പൊ ഇവിടെ നമ്മള് ഇമ്പിഡൻസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ റെസിസ്റ്റൻസും ഇൻഡക്ടൻസും അല്ലെ ആർ ഈക്വൽ ടു 3 ohm ഈസ് ഇൻ സീരീസ് വിത്ത് XL ഈക്വൽ ടു 4 ohm. അപ്പം 3 ohm XL ഈക്വൽ ടു 4 ohm. അപ്പൊ നിങ്ങൾ ഇമ്പിഡൻസ് നേരെ കൂട്ടിയെടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കമ്പോണന്റ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇവര് തമ്മിൽ എന്തുണ്ടാവും, ഒരു 90 ഡിഗ്രി വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അഡ്മിറ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇമ്പിഡൻസ് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ വെക്ടർ സം ആണ് എടുക്കേണ്ടത്. അപ്പൊ Z ഈക്വൽ ടു ഇതായിരിക്കും നമ്മുടെ ആർ കമ്പോണന്റ്. ഇങ്ങനെയായിരിക്കും വോൾട്ടേജ് കറന്റ് ഇൻഫേസ് ആയതുകൊണ്ട് റെഫറൻസ് അതങ്ങനെ വരും. ഇത് എക്സലും ആയിട്ടുള്ള ഇതിങ്ങനെ വരും. അപ്പൊ നമ്മള് ഇവിടെ ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ Z ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL സ്ക്വയർ എന്നല്ല കണ്ടുപിടിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ Z ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL സ്ക്വയർ. അപ്പൊ ഇസഡിന്റെ വാല്യൂ എന്ത് വരും, ഈക്വൽ ടു റൂട്ട് ഓഫ് R എത്രയാണ് 3 സ്ക്വയർ അല്ലെ, 3 സ്ക്വയർ പ്ലസ് XL എത്രയാണ് 4 സ്ക്വയർ. അപ്പം 9 പ്ലസ് 16 25 5 എന്ന് വന്ന അല്ലെ. അപ്പൊ ഇമ്പിഡൻസ് 5 ohm ആണ്. അഡ്മിറ്റൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും, Y ഈക്വൽ ടു 1/Z ദാറ്റ് ഈസ് 1/5 0.2 എന്ന് വരും. അപ്പൊ 0.2 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദ പാരലൽ റെസൊണന്റ് സർക്യൂട്ട് ഈസ് കോൾഡ് ആസ് ഡാഷ് സർക്യൂട്ട്. പാരലൽ റെസൊണന്റ് സർക്യൂട്ടിനെ നമുക്ക് വേറെ ഏത് പേര് കൂടി വിളിക്കാം, സെലക്ടർ, റിജക്ടർ, വോൾട്ടേജ് ആംപ്ലിഫയർ, നൺ ഓഫ് ദി അബോവ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. റെസൊണന്റ് സർക്യൂട്ട് എന്ന പാരലൽ റെസൊണൻസ് കണ്ടീഷനിൽ മാക്സിമം ആയിരിക്കും ഇമ്പിഡൻസ്. സീരീസ് റെസൊണൻസിൽ ഇമ്പിഡൻസ് മിനിമം ആവും എന്ന് പറഞ്ഞില്ലേ. സീരീസ് RLC സർക്യൂട്ടില് റെസൊണന്റ് ഫ്രീക്വൻസിയുടെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റെസൊണൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇമ്പിഡൻസ് മിനിമം ആവും. ഇവിടെ എന്ന് പറയുമ്പോൾ ഇമ്പിഡൻസ് മാക്സിമം ആകുമ്പോൾ ഫുൾ റിജക്ഷൻ ആയിരിക്കും. അപ്പൊ അതാണ് എന്താണ് ദ പാരലൽ റെസൊണന്റ് സർക്യൂട്ട് ഈസ് കോൾഡ് ആസ് റിജക്ടർ സർക്യൂട്ട്. Eighth question, an alternating voltage is represented by V equal to 25 sin 200 pi t. Then its form factor is. അപ്പൊ വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ തന്നിരിക്കുന്നത് Vm sin omega t എന്നുള്ള ഒരു ഫോമിലാണ് തന്നിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇതിന്റെ പുറകിൽ വേറെ കാൽക്കുലേഷൻ ഒന്നും പോകരുത്. ഇത് നമ്മുടെ സാധാരണ സൈൻ വേവ് ആണ്. സാധാരണ സൈൻ വേവിനെ നമ്മൾ Vm sin omega t എന്നല്ലേ റെപ്രസെന്റ് ചെയ്യാറ്. അപ്പൊ അതേപോലെ ഇതൊരു സാധാരണ സൈൻ വേവ് ആണെന്ന് ഉദ്ദേശിക്കുക. ഇനി ഇതിന്റെ പീക്ക് വാല്യൂ Vp ആണെന്ന് വെച്ചോ. ഇതിന്റെ പീക്ക് വാല്യൂ Vp, അതിന്റെ ഒരു 70.7% വാല്യൂ. ഈ വാല്യൂ എന്താണ്, 70.7% ഓഫ് Vp. ഇനി ഇതിന്റെ ഒരു 63.7% ആകുന്ന ഒരു വാല്യൂ. ഇവരെയൊക്കെ നമ്മൾ പറയുന്ന പേരെന്താണ്, ഈ സൈൻ വേവിന്റെ RMS വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ Vm/√2 എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെ. Vm/√2 അത് തന്നെയാണ് എന്ത് 70.7% ഓഫ് Vp അല്ലെങ്കിൽ 0.707 Vp എന്ന് പറയുന്നത്. ഇനി നമ്മള് ഫോം ഫാക്ടറിന് നമുക്ക് വേണ്ടത് എന്തുവാണ്, RMS വാല്യൂ വേണം, ആവറേജ് വാല്യൂ വേണം അല്ലെ. ഈ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഇതേപോലെ തന്നെ 0.637 Vp ആണ്. അപ്പൊ ഈ RMS/ആവറേജ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ Vp ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ 1.1098 ആണ്. പലരും നമ്മളെല്ലാവരും 1.11 എന്ന് പറഞ്ഞൊരു വാല്യൂ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. സൈൻ വേവിന്റെ ഫോം ഫാക്ടർ 1.11 അത് തന്നെയാണിത് 1.1098. വേറെ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ RMS വാല്യൂ, ആവറേജ് വാല്യൂ എന്താണ് സൈൻ വേവിന്റെ എന്ന് അറിഞ്ഞിരിക്കണം. ഫോം ഫാക്ടർ 1.11 അല്ലെങ്കിൽ ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ 1.1098. Ninth question, an electrical circuit with 10 branches and 7 nodes will have option A 10 loop equation, option B 7 loop equation, option C 3 loop equation, option D 4 loop equation. ബ്രാഞ്ച്, നോഡ് ഒക്കെ എന്താണെന്ന് അറിയാലോ. ഒരു സർക്യൂട്ട് നമ്മൾ ഫോം ചെയ്യുവാണെങ്കിൽ നിങ്ങൾ KCL KVL ഒക്കെ പഠിച്ചിട്ടില്ലേ. KCL ഒക്കെ പറയുമ്പോൾ നോഡ് ഇക്വേഷൻസ് ആ പറയുന്നത് അല്ലെ.
KVL പറയുമ്പോൾ ഓരോ ബ്രാഞ്ച് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഓരോ ലൂപ്പ് ഇക്വേഷൻസ് ഒക്കെ പറയാറില്ലേ. അപ്പൊ അതൊന്നും ഇപ്പൊ തൽക്കാലം നമ്മൾ പറയണ്ട. ബ്രാഞ്ചസും നോട്ട്സും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ B-N+1 ചെയ്യുക. നമ്പർ ഓഫ് ബ്രാഞ്ചസ് മൈനസ് നമ്പർ ഓഫ് നോട്ട്സ് +1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എത്ര ലൂപ്പിക്കേഷൻ അതിൽ നിന്ന് പോസിബിൾ ആണെന്നുള്ളത് കിട്ടും. അപ്പൊ ഇവിടെ 10 ബ്രാഞ്ച് അല്ലേ, 7 നോഡ്. അപ്പൊ 10 - 7 +1, അതായത് 10 - 7 3, 3 + 1 4 അല്ലേ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 3 identical impedances are connected in delta to a 3-phase supply of 400 volts. The line current is 34.65 ampere and total power taken is 14.4 kW. The resistance of the load in each phase is. Question കാണുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇതിന്റെ അകത്ത് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന ഏതൊക്കെ വാല്യൂസ് ആണ്? 20 ohms, 16 ohms, 12 ohms, 10 ohms. നമ്മളപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ കണക്റ്റഡ് ആണ് അല്ലെ. അപ്പൊ 3 ഐഡന്റിക്കൽ ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് ആ ലോഡൊന്ന് വലിച്ചു നോക്കാം. Z അല്ലെ. ഐഡന്റിക്കൽ വാല്യൂസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഈ ഒരു ഫേസ്, ഇത് ഓരോ ഫേസ് ആണല്ലോ കറസ്പോണ്ടിങ്. അപ്പൊ ഒരെണ്ണം എന്ത് പവർ കൺസ്യൂം ചെയ്യുന്നു അത് തന്നെയായിരിക്കും ഇത് മൂന്ന് പേരും സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ എത്രയാണോ പവർ കൺസംഷൻ അതേ ഇൻറ്റു 3 ആയിരിക്കും എന്ത് ടോട്ടൽ പവർ കൺസംഷൻ. അപ്പൊ നമുക്ക് ഒരു ഫേസിൽ പവർ കൺസംഷൻ കണ്ടുപിടിച്ചാൽ മതി. ഇനി അറിയേണ്ട കാര്യം, നമ്മൾ സ്റ്റാർ കണക്റ്റഡില് പഠിച്ചു വെച്ചിട്ടുണ്ട്. സ്റ്റാർ കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് വോൾട്ടേജ്, ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ? ലൈൻ വോൾട്ടേജ് VL = √3V ഫേസ്, IL = ലൈൻ കറണ്ടും ഫേസ് കറണ്ടും സെയിം ആയിരിക്കും. ഈ ഡെൽറ്റ കണക്ഷനിലെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ കണക്ഷനില് IL = √3I ഫേസ് ആയിരിക്കും, VL = V ഫേസ് ആയിരിക്കും. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം നമ്മുടെ എക്സാമിന്. അപ്പൊ ഇവിടെ ഡെൽറ്റ കണക്റ്റഡ് ആണ് അല്ലെ. ഇനി വേറെ എന്ത് തന്നിട്ടുണ്ട്? 400 വോൾട്ട് സപ്ലൈ ആണ്, ആംബിയർ ആണ്. അപ്പൊ കറണ്ടിന്റെ ഇക്വേഷൻ എന്താണ്? കറണ്ടിന്റെ ഇക്വേഷൻ IL = √3I ഫേസ്. നമുക്ക് ഒരു ഫേസിലെ പവർ കൺസംഷൻ വേണമെങ്കിൽ ആരൊക്കെ വേണം? ഒരു ഫേസിലെ പവർ കൺസംഷൻ അല്ലെങ്കിൽ പവർ ടേക്കൺ പെർ ഫേസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ വേണം? ഇവിടെ റെസിസ്റ്റൻസ് ആണല്ലേ, ഇമ്പിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റെസിസ്റ്റൻസ് ഓഫ് ദി ലോഡ് ഇൻ ഈച്ച് ഫേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു റെസിസ്റ്റൻസിന്റെ അകത്തൂടെ കറണ്ട് പോയി കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പവറുകൾ നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? I²R ആണ് അല്ലെ. അപ്പൊ = I²R. ഇത് ഒരു ഫേസിലാണ്, അതുകൊണ്ട് I ഫേസ് ഇട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ ലൈൻ വാല്യൂ ഓഫ് IL എന്നുള്ളത് 34.65 ആംപിയർ ആണ്. അപ്പൊ I ഫേസ് എന്തായിരിക്കും? ഡെൽറ്റ കണക്ഷൻ IL / √3 അല്ലേ. അപ്പൊ 34.65 ഡിവൈഡഡ് ബൈ √3. 34.65 ഡിവൈഡഡ് ബൈ √3 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എന്താണ്? R. അതാണ് ഒരു ഫേസിൽ വരുന്ന പവർ. അത് ഇൻറ്റു 3 ആണ് എന്ത്? ടോട്ടൽ പവർ ടേക്കൺ അല്ലെ. അപ്പൊ അത് നമ്മൾ ആ ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ വാല്യൂ റെസിസ്റ്റൻസിന്റെ കിട്ടും. ഇതൊക്കെ ഞാൻ തുടക്കട്ടെ. അപ്പൊ ടോട്ടൽ പവർ ടേക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഇൻറ്റു 3 ഫേസിലേയും കൂടെ വരുമ്പോ 3 ഇൻറ്റു 34.65 ഡിവൈഡഡ് ബൈ √3 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു R അല്ലെ. I² ഇൻറ്റു R ഇൻറ്റു 3. അപ്പൊ 3 ഫേസിലായി. അതാണ് എത്ര? 14.4 കിലോ വാട്ട്. ഇത് വാട്ടിലാക്കി നമുക്ക് എഴുതാം. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 144 ആയി. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ. അപ്പൊ 14400. ഇനി ഇവിടെ ഈ 3യും ഇത് √3² ആവുമല്ലോ. അപ്പൊ 3 ആവും. അപ്പൊ ഈ 3 കൂടെ ക്യാൻസൽ ആയി പോകും. പിന്നെ R-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 14400 ഡിവൈഡഡ് ബൈ 34.65 സ്ക്വയർ എന്ന് വരും. ഇതിന്റെ ആൻസർ വരുന്നത് ഏകദേശം 11.9 സംതിങ് വരും. അതായത് 12 ohms ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ ഓപ്ഷൻ C ആണ്.